അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് LBS എന്താണ്, LBSന് ഏതൊക്കെ കോഴ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്, LBS ഒരു എക്സാം ആണോ അതോ നിങ്ങൾ അപ്ലൈ ചെയ്തിരുന്നാൽ മാത്രം മതിയോ, അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സ് സിംപ്ലിഫൈ ചെയ്തു തരുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. LBS എന്നുള്ളത് ആക്ച്വലി നമ്മുടെ കേരളത്തിലെ ടെക്നിക്കൽ അതുപോലെ തന്നെ മെഡിക്കൽ, പാരാമെഡിക്കൽ, പ്രൊഫഷണൽ കോഴ്സുകൾ സെൻട്രലൈസ്ഡ് ആയിട്ട് അലോട്ട്മെന്റ്സും അഡ്മിഷൻസും ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഓട്ടോണോമസ് ബോഡിയാണ് LBS എന്ന് പറയുന്നത്. അപ്പോൾ LBSൽ അഡ്മിഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ വഴിയാണ്. അതായത് LBSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള LBS സെന്റർ വെബ്സൈറ്റിൽ കൂടെയാണ് അഡ്മിഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ടത് LBSൽ ഏതൊക്കെ കോഴ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഒന്നാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും അറിയുന്നതുമാണ്, BSc നഴ്സിംഗിന് നമ്മൾ LBSന് അപ്ലൈ ചെയ്യും. അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള പാരാമെഡിക്കൽ കോഴ്സിനും LBS ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. BPT അതായത് ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി, അതുപോലെ തന്നെ BSc ഒപ്റ്റോമെട്രി, BSc ന്യൂക്ലിയർ മെഡിസിൻ, BSc മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, BSc MLT, BSc ന്യൂറോ ടെക്നോളജി, BSc റെസ്പിറേറ്ററി ടെക്നോളജി, BSc പെർഫ്യൂഷൻ ടെക്നോളജി, BASLP അതായത് ബാച്ചിലർ ഓഫ് ഓഡിയോ ആൻഡ് സ്പീച്ച് തെറാപ്പി, BSc എമർജൻസി മെഡിസിൻ ടെക്നോളജി, അതുപോലെയുള്ള ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സുകൾക്കും നമ്മൾ LBS ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് LBSന് അപ്ലൈ ചെയ്യാൻ കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട്, അതായത് കുറച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ +2 സ്കോർ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് +2 എക്സാമിന് 50% മാർക്കെങ്കിലും, അതായത് ഈ 3 സബ്ജക്റ്റിനും നിങ്ങൾക്ക് 50% മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന് മുഴുവനായിട്ട് 50% മാത്രം പോരാ, നിങ്ങൾ ഓരോ സബ്ജക്റ്റും പാസ്സായിരിക്കണം. അതായത് ഫിസിക്സും പാസ്സായിരിക്കണം, കെമിസ്ട്രി പാസ്സായിരിക്കണം, അതുപോലെ തന്നെ ബയോളജിയും പാസ്സായിരിക്കണം. അതാണ് ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. ഈ റൂളിൽ റിസർവേഷൻ കാറ്റഗറി, അതായത് SC ST കാറ്റഗറിക്കൊക്കെ ഈ ഒരു റൂളിൽ നിങ്ങൾക്ക് 45% മാർക്ക് ഉണ്ടായിരുന്നാൽ മതി. റിസർവേഷൻ ഇല്ലാത്ത കുട്ടികൾക്ക് 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ അടുത്തൊരു റൂള് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതുപോലെ തന്നെ കേരളത്തിലെ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി കേരളത്തിലെ അല്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ പേരൻസ് ഒന്നെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്നവരായിരിക്കണം, അല്ലെങ്കിൽ 8ാം ക്ലാസ് മുതൽ കേരളത്തിൽ പഠിച്ച കുട്ടികളായിരിക്കണം. അതായത് 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ കേരളത്തിൽ പഠിച്ച കുട്ടികളായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കേരളത്തിൽ നിന്നല്ലാത്ത കുട്ടികൾക്കാണ് LBSന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഓൾറെഡി കേരളത്തിലുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. പിന്നെ ഏറ്റവും അല്ലാണ്ടുള്ള റൂള് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഓക്കെ. പിന്നെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏജ് ആണ്. അതായത് ഇപ്പം നിങ്ങൾ വയസ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് 2026 ഡിസംബർ 31, 2026 നിങ്ങൾക്ക് 17 വയസ്സ് തികഞ്ഞിരിക്കും. അതുപോലെ നമ്മൾ അപ്പർ ഏജ് ലിമിറ്റ്, അതായത് എത്ര വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ BSc നഴ്സിംഗിന് 35 വയസ്സ് വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അല്ലാണ്ട് പാരാമെഡിക്കൽ കോഴ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ 46 ഇയേഴ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് LBSന് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ LBS എന്ന് പറയുന്നത് LBSന്റെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ ഒരു സ്പെസിഫിക് ടൈം ആകുമ്പം അവർ നോട്ടിഫിക്കേഷൻ പറയും, ഇത്ര കോഴ്സുകൾക്കായിട്ട് നമ്മൾ അഡ്മിഷൻസിന് കുട്ടികളെ ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നു എന്നുള്ളത്. കഴിഞ്ഞ വർഷം അത് ഏകദേശം 2025 മെയ് ഒരു ഫസ്റ്റ് വീക്കോടെ കൂടിയിട്ടാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഔട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഏകദേശം ആ ഒരു ടൈമിലേക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LBS എന്നുള്ളത് ഒരു ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ്. ഇപ്പോൾ നിങ്ങൾ എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നത്, നിങ്ങളുടെ +2ൻ്റെ മാർക്ക് വന്നതിന് ശേഷമാണ് നോട്ടിഫിക്കേഷൻ വരുന്നതും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതും. അതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക LBSൻ്റെ സൈറ്റിൽ. അതുപോലെ തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള പാസ്വേഡും അതുപോലെ തന്നെ നിങ്ങളുടെ IDയും നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. നിങ്ങൾ ഉറപ്പായിട്ടും അത് ഓർത്ത് വെച്ചിരിക്കുക. അത് കോൺഫിഡൻഷ്യൽ ആയിട്ടും സൂക്ഷിക്കുക. പിന്നെ അതുപോലെ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ്, നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് OBC SC ST കാറ്റഗറി അങ്ങനെ എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ അതും കൂടി തെളിയിക്കുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പേഴ്സണൽ ഡേറ്റാസ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷാ ഫീസ് നിങ്ങൾക്ക് അടച്ചതിന് ശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ്. ഇനി LBSന്റെ സൈഡിൽ നിന്നാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. അതായത് നമ്മൾ ഈ ആപ്ലിക്കേഷൻസ് എല്ലാം വന്നതിന് ശേഷം LBSന്റെ സൈഡിൽ നിന്ന് എന്ത് ചെയ്യും, ഈ ഒരു റാങ്ക് ലിസ്റ്റ്
പബ്ലിഷ് ചെയ്യും. ഇപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് പബ്ലിഷ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ +2ൻ്റെ ഇൻഡെക്സ് സ്കോർ അനുസരിച്ചിട്ടാണ് നിങ്ങൾ LBSൽ അപ്ലൈ ചെയ്യുന്നത്. അതായത് ഇൻഡെക്സ് സ്കോർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ അല്ലാണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, അതായത് നിങ്ങളുടെ +2 സ്കോറിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ ഇൻഡെക്സ് സ്കോർ അനുസരിച്ചിട്ടാണ് നോർമലി നമ്മൾ LBSന് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ അപ്ലൈ ചെയ്ത കുട്ടികളുടെ ഇൻഡെക്സ് സ്കോർ പ്രകാരം ഒരു റാങ്ക് ലിസ്റ്റ് LBSൽ നിന്നും പുറപ്പെടുവിക്കും. അതായത് ഇത്ര റാങ്ക് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യും. ഈ റാങ്ക് ലിസ്റ്റിലുള്ള കുട്ടികൾക്കാണ് ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. വൺസ് റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കോഴ്സ് കൺഫർമേഷനും അതുപോലെ തന്നെ നമ്മൾ കോളേജ് കൺഫർമേഷനും ആണ്. അപ്പോൾ കോഴ്സ് കൺഫർമേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ കോളേജ് കൺഫർമേഷൻ ചെയ്യാൻ പറ്റുന്നത് റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന കുട്ടികൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് ക്ലിയർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വൺസ് നമ്മളൊരു കോഴ്സോ കോളേജോ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് പിന്നീട് അത് മാറ്റാൻ സാധിക്കുന്നതല്ല. ഒരു നോട്ടിഫിക്കേഷൻ LBSൻ്റെ സൈഡിൽ നിന്ന് വന്നാൽ മാത്രമേ നമുക്കത് വീണ്ടും റീഅറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വൺസ് നമ്മൾ ഈ കോഴ്സും കോളേജുകളും നമ്മൾ ഓപ്ഷൻസ് കൊടുത്തതിന് ശേഷം ഓരോ അലോട്ട്മെൻറ്റ്സ് ആയിട്ടാണ് LBS ത്രൂ നമുക്ക് വരുന്നത്. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, ഏകദേശം 4th അലോട്ട്മെൻറ്റ് വരെ വന്നതിന് ശേഷം സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കും. അപ്പോൾ ഇത്രയും അലോട്ട്മെൻറ്റ്സിന് ശേഷമാണ് കുട്ടികൾക്ക് അഡ്മിഷൻസും കാര്യങ്ങളും പിന്നെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് LBSൽ നിങ്ങൾ നഴ്സിംഗ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റെപ്പാണ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ LBS കംപ്ലീറ്റ്ലി ഓൺലൈൻ ത്രൂ ആണ് നമ്മുടെ അഡ്മിഷൻ രജിസ്ട്രേഷൻ ആണെങ്കിലും എല്ലാ പ്രൊസീജിയേഴ്സും അലോട്ട്മെൻറ്റ്സും റാങ്ക് ലിസ്റ്റും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും LBS ആ ഒരു വെബ്സൈറ്റ് നിങ്ങൾ എപ്പോഴും ഒന്ന് ഫോളോ ചെയ്തിരിക്കുക. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് എപ്പോഴും അത് ഫോളോ അപ്പ് ചെയ്ത് നോക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും വരുമ്പോൾ നിങ്ങളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.